നമസ്കാരം. ഇന്ത്യൻ T20 ടീമിന്റെ അടുത്ത ക്യാപ്റ്റൻസി റോളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്ത് നിന്നും നീക്കുമെന്നും പകരം ശ്രേയസ് അയ്യർ ക്യാപ്റ്റനാകും എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകൾ മാറി മറിഞ്ഞ് ഇപ്പോൾ സഞ്ജുവിന്റെ പേര് പോലും അവിടെ കേൾക്കുന്നുണ്ട് എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. സൂര്യകുമാർ യാദവും അയ്യരുമൊക്കെ ഒരുപാട് നമുക്കറിയാം സഞ്ജുവിനേക്കാളും വളരെയധികം തന്നെ പ്രാക്ടീസ് ഉള്ള ബാറ്റർമാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ടീമിനെ കൈകാര്യം ചെയ്ത് എളുപ്പവും വളരെയധികം ശൈലിയുമുള്ള ആളുകളാണ്. എന്നാൽ സഞ്ജുവിൻ്റെ പേര് അവരോളം എത്തി എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് മലയാളി സൂപ്പർ താരം സഞ്ജുവിൻ്റെ പേരും ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണെന്ന് നമുക്ക് പറയാനും സാധിക്കും. എന്നാൽ ഇപ്പോഴിതാ പുതിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണെന്ന് പറയാം. സൂര്യ തൽക്കാലത്തേക്ക് നായക സ്ഥാനത്ത് നിന്നും നീക്കാനാണ് BCCIയുടെ പ്ലാൻ എന്ന് ആദ്യം പറഞ്ഞ വാർത്ത പാടെ നിഷേധിച്ച് BCCIക്ക് പ്ലാൻ ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ സഞ്ജുവിന് താൽക്കാലിക ക്യാപ്റ്റനായി നറുക്കു വീഴുമെന്ന് പ്രശസ്ത സ്പോർട്സ് പോർട്ടലായിട്ട് റെഡ് സ്പോർട്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IPLന് ശേഷം അടുത്ത മാസം അവസാനത്തോടെ അയർലൻഡിൽ ഇന്ത്യ T20 പരമ്പരയിൽ കളിക്കുന്നുണ്ട്. 26, 28 തീയതികളിലായി 2 T20കളാണ് ഐറിഷ് മണ്ണിൽ ഇന്ത്യ കളിക്കുക. ഈ പരമ്പരയിൽ സഞ്ജു സാംസണിന് കീഴിലായിരിക്കും ഇന്ത്യ ഇറങ്ങുകയെന്നാണ് റെഡ് സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യം. മുൻനിര കളിക്കാർക്ക് വിശ്രമം നൽകി ഒരു പരീക്ഷണ ടീമിനെയാകും ഇന്ത്യ ഈ പരമ്പരയിൽ ഇറക്കുന്നത്. എന്നാൽ ഈ പരമ്പരയിലേക്ക് താൽക്കാലികമായി മാത്രമേ സഞ്ജു ക്യാപ്റ്റൻസി പ്ലാനുകളിലുള്ളൂ. അതിനുശേഷം ജൂലൈ 1 മുതൽ ഇംഗ്ലണ്ടിൽ നടക്കാനിരിക്കുന്ന പരമ്പരയിൽ സൂര്യകുമാർ യാദവ് സ്ഥിരം നായകനായി തിരിച്ചെത്തുമെന്നാണ് വിവരം. 2024 ICC T20 ലോകകപ്പിൽ ജേതാക്കളായതിനു പിന്നാലെ തന്നെയാണ് സിംബാബ്വെ പര്യടനത്തിലും പുതിയ ക്യാപ്റ്റനെയും വ്യത്യസ്ത ലുക്കിലുള്ള ടീമിനെയും വെച്ച് ഇന്ത്യ പരീക്ഷണം നടത്തിയിരുന്നത്. അന്ന് ശുഭ്മൻ ഗില്ലായിരുന്നു ഇന്ത്യയെ നയിച്ചത്. വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ അരങ്ങേറ്റവും ഇതേ പരമ്പരയിലൂടെയായിരുന്നു. സമാനമായി ഇത്തവണ അയർലൻഡിലേക്ക് സഞ്ജുവിന് കീഴിൽ ഒരു പരീക്ഷണ ടീമിനെ അയക്കാനാണ് സെലക്ഷൻ കമ്മിറ്റി ആലോചിക്കുന്നത്. ഇത് സംഭവിച്ചാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്നെ ക്യാപ്റ്റൻസി മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന സുവർണാവസരം കൂടിയായിരിക്കുമെന്ന് പറയാം. 2 മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരാനായാൽ സഞ്ജുവിനെ സംബന്ധിച്ച് അത് വലിയ ഒരു നേട്ടം തന്നെ ആയിരിക്കുമെന്ന് കൂടി നമ്മൾ പറയണം. ഭാവിയിൽ സൂര്യയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പകരക്കാരൻ്റെ റോളിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനാകും ഇത് വഴിയൊരുക്കുക. കഴിഞ്ഞ T20 ടീമിൽ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യൻ സംഘത്തിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും അയർലൻഡ് പര്യടനത്തിലേക്ക് കടക്കില്ല, അതേപോലെ കണ്ടേക്കില്ല. അവർക്കെല്ലാം വിശ്രമം നൽകി IPL മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള യുവതാരങ്ങളെയാകും പരമ്പരയിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കുക എന്നും പറയുന്നു. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ അടക്കം പലരും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ വിശ്രമമില്ലാതെ തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇവരെ മാനസികമായും ശാരീരികമായും തളർത്തുകയും ചെയ്തിട്ടുണ്ട്. IPLൽ മുംബൈ ഇന്ത്യൻസിനായി ബുംറ ഈ സീസണിൽ ഫ്ലോപ്പ് ആവാനുള്ള പ്രധാന കാരണം കൂടിയ ഇത് എടുത്തു പറയുന്നു. 11 മാച്ചിൽ വെറും 3 വിക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. സഞ്ജു, അഭിഷേക്, ഇഷാൻ കിഷൻ എന്നിവരെ മാറ്റി നിർത്തിയാൽ ലോകകപ്പ് സ്ക്വാഡിലെ മറ്റുള്ളവരെയെല്ലാം IPLൽ വൻ പരാജയമായിരുന്നു എന്ന് കൂടി പറയണം.